അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരണം പാടില്ല എന്ന് ബി.ജെ.പി. ദേശീയ നേതൃത്വം നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് രാഷ്ട്രീയ നിറം കൊടുക്കുന്ന ഒന്നും പാടില്ലെന്നാണ് നിർദ്ദേശം. അതേസമയം പ്രാണപ്രതിഷ്ഠയ്ക്ക് അവധി പ്രഖ്യാപിക്കുന്ന നടപടി തുടരുകയാണ്. ഡൽഹിയിലെ ബാബർ റോഡിന്റെ പേര് അയോധ്യ മാർഗ് എന്നാക്കി മാറ്റി ഹിന്ദു ബോർഡ് സ്ഥാപിച്ച ബോർഡ് പോലീസ് നീക്കം ചെയ്തു. രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി. രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ചെവി കൊടുക്കാതെ ബി.ജെ.പിയും ഉത്തർപ്രദേശ് സർക്കാരും. എന്തു പ്രതികരണവും കരുതലോടെ മാത്രമെന്ന കർശന നിർദ്ദേശമാണ് നേതാക്കൾക്ക് ബി.ജെ.പി. നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിന്റെ മാറ്റു കുറയരുത് എന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ പ്രതികരണങ്ങളിലും ആ ജാഗ്രത കാണാം. ഹൈക്കമാൻഡ് വിലക്ക് മറികടന്ന് ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് യു.പി. കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. തൽക്കാലം ഏറ്റുമുട്ടൽ വേണ്ടെന്നാണ് AICC നിലപാട്. രാമൻ എല്ലാവരുടെയുമാണ് എന്ന ഫറൂഖ് അബ്ദുള്ളയുടെ പ്രസ്താവന ബി.ജെ.പി. സ്വാഗതം ചെയ്തു. ഫറൂഖ് അബ്ദുള്ള ഈ നിലപാട് സ്വീകരിച്ചത് രാമഭക്തരുടെ വിജയമെന്ന് ബി.ജെ.പി. നേതൃത്വം പ്രതികരിച്ചു. രാമരാജ്യമെന്ന ആശയം ബി.ജെ.പിക്ക് എന്നും പ്രചോദനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതിനിടെ പ്രതിഷ്ഠാ ദിനത്തിലെ അവധി പ്രഖ്യാപനം തുടരുകയാണ്. മുംബൈ ഓഹരി വിപണി തിങ്കളാഴ്ച പ്രവർത്തിക്കില്ല. ബി.ജെ.പി. സംസ്ഥാനങ്ങൾ ഇതിനോടകം പൂർണ്ണമായോ ഭാഗികമായോ അവധി നൽകിയിട്ടുണ്ട്. അയോധ്യയിലേക്ക് തീർത്ഥാടകരും ക്ഷണിക്കപ്പെട്ട അതിഥികളും വന്നുകൊണ്ടിരിക്കുന്നു. ഇത് അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴി. തീർത്ഥാടക സംഘങ്ങൾ മാത്രമല്ല ഈ വഴി നടക്കുന്നത്. രാഷ്ട്രീയ ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് കൂടി ഈ വഴി നീളും. അയോധ്യയിൽ നിന്ന് ക്യാമറമാൻ VS രാഹുലിനൊപ്പം S വിജയകുമാർ, 24.